300 രൂപയുടെ പൊതിച്ചോറാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. ഇനി വന്നകത്ത് ഇതാണ് നമ്മുടെ 300 രൂപയുടെ പൊതിച്ചോറ്. അതിൻ്റെ കടയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞത് ഏത് കടയിലാണ്. അത് പൊളിക്കുക. എൻ്റെ പുന്നാര മോളാണ് ഈ പൊളിക്കുന്നത്. കണ്ടോ പ്ലേറ്റൊക്കെ ഉണ്ട്. കണ്ടോ മോരാന്ന് തോന്നല്ലേ. പൊളിച്ചോ ഇത് മോര്. ഉണ്ടോ ഉണ്ടോ. ഇതാണ് 300 രൂപയുടെ പൊതിച്ചോറ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലെയാണ്. മുട്ട കണ്ടോ. ഇത് ചിക്കനാണോ ബീഫാണോ ഇറച്ചി, മീൻ വറുത്തോ, ബീഫ് മീന്, ചമ്മന്തി, പിക്കിള്. ഇത് തോരനാന്ന് തോന്നുന്നു, ചിക്കനാന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. പൊതിച്ചോറ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. അത് 2 പേർക്കല്ല, ഇതൊരു 4-5 പേർക്ക് കഴിക്കാം. കണ്ടോ കഴിക്കുന്നുണ്ടോ ആരൊക്കെയാ നോക്കിക്കേ. ആഹാ ആ മുഖം കണ്ടോ. എങ്ങനെയുണ്ടടാ സൂപ്പർ. കണ്ടോ സൂപ്പറാണ് പറഞ്ഞത്. പൊതിച്ചോറൊക്കെ കഴിച്ചു, അടിപൊളിയാന്ന് പറഞ്ഞു. ഞാനും കഴിച്ചത് നല്ലതായിരുന്നു. അതിനകത്ത് ഇറച്ചി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, കാടയുണ്ടായിരുന്നു, കക്ക ഇറച്ചി ഉണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അത് കണ്ടില്ല, കുറെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഏത് കടയാന്ന് വെച്ചാൽ ഇത് ജോസിസ് ബേക്കറി മഞ്ഞാടി, അവിടുന്ന് മേടിച്ചതാണ്. അവിടെ ചെന്നപ്പം 300 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് 300 രൂപയോ ഒരു പൊതിച്ചോറിന്. അപ്പം 300 രൂപ ഇറ്റ്സ് വർത്ത്. ഒരു 4 പേർക്ക് 5 പേർക്ക് കഴിക്കാം. ഓക്കെ, അടിപൊളി.